നമസ്കാരം. കളങ്കാവൽ എഫക്റ്റ് അങ്ങോട്ട് മാറുന്നില്ല. കളങ്കാവലിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ ഉണ്ട്. നമുക്ക് തന്നെ ഒഫീഷ്യലായിട്ട് ഇട്ടിരിക്കുന്ന ഒരു അപ്ഡേഷനാണ്. വിശ്വസിക്കാം 100%. തള്ളും ഉന്തും മറിക്കലും ഒന്നും ഇല്ലാതെ 4 ദിവസം കൊണ്ട് വില്ലൻ എഫക്റ്റ് ഇൻ ബോക്സ് ഓഫീസ് 50 crores. അതായത് മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന സിനിമ 4 ദിവസം കൊണ്ട് 50 കോടി ക്ലബിലേക്ക് എത്തി എന്നുള്ള മമ്മൂക്കയുടെ ഒഫീഷ്യൽ പോസ്റ്റാണ്. എല്ലാ സിനിമകളും തള്ളിമറിച്ച് ഉന്തി കയറ്റിയിട്ടുള്ള സിനിമകളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു ലെവലിലേക്കല്ല ഈ ഒരു സിനിമ പോയിരിക്കുന്നതെന്ന് കൂടെ മനസ്സിലാക്കുക. കേരളത്തിലുടനീളം ഏത് സെൻറ്ററിൽ നമ്മൾ നോക്കിയാലും ഏത് ജില്ലയിൽ നോക്കിയാലും സ്ത്രീകളുടെ ഒരു വലിയൊരു തള്ളിക്കയറ്റം ഈ സിനിമയ്ക്ക് കാണുന്നുണ്ട്. കാരണം ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് 18+ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഈ സിനിമ സ്ത്രീകളൊന്നും തിയേറ്ററിലേക്ക് വരില്ല, അല്ലെങ്കിൽ ഓഡിയൻസ് വരില്ല എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കമൻ്റ് ഇട്ട് മെഴുകി മറിഞ്ഞിട്ടുള്ള കുറേ ആളുകളുണ്ടല്ലോ. അപ്പോൾ അവർക്കുള്ള ഒരു മറുപടി കൂടിയായിരുന്നു. പിന്നെ പോരാത്തതിന് മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടൻ ഇനി മലയാള സിനിമയിലേക്ക് വരില്ല എന്ന് പറഞ്ഞവരുടെയൊക്കെ വായടപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിജയമാണ് കളങ്കാവൽ എന്ന സിനിമ നേടിയിരിക്കുന്നത്. സിനിമയെക്കുറിച്ചിട്ട് നമ്മൾ ഇനി കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ. നമ്മൾ ഇന്നേവരെ കാണാത്ത ഒരു മമ്മൂക്കായെ നമുക്ക് ആ സിനിമയിൽ കാണാൻ സാധിച്ചു. മമ്മൂക്കയുടെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ, കാരണം അദ്ദേഹം 450 ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ 450 ചിത്രങ്ങളിലും ഒരു റിപ്പീറ്റ് ഇല്ലാത്ത എന്താ പറയുക ഒരു നടൻ, അല്ലെങ്കിൽ ആ ചെയ്യുന്ന കഥാപാത്രം മറ്റൊരു കഥാപാത്രമായിട്ട് സാമ്യമില്ലാത്ത രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു നടനുണ്ടെങ്കിൽ അത് നമ്മുടെ വണ്ണാരുള്ളി മമ്മൂക്ക മാത്രമേ ഉള്ളൂ. കാരണം മമ്മൂക്ക എന്ന് പറയുന്ന നടൻ്റെ പിന്നെ കവരൂർ സിനിമ കണ്ടാലും, മൃഗയ കണ്ടാലും, അതുപോലെ തന്നെ തനിയാവർത്തനം കണ്ടാലും, കറുത്ത പക്ഷികൾ കണ്ടാലും, അമരം സിനിമ കണ്ടാലും, അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകളിലൂടെ പ്രേക്ഷകരെ ഇങ്ങനെ കൊണ്ടുപോയിട്ടുള്ള ഒരു നടൻ എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്ക തന്നെയാണ്. അപ്പം ഇപ്പോൾ അവസാനം വന്നിട്ടുള്ള കളങ്കാവൽ എന്ന സിനിമ, ശരിക്കും നമ്മൾ കളങ്കാവൽ സിനിമയിൽ ഈ സൈനൈഡ് മോഹൻ്റെ കഥയായിട്ടൊക്കെ ചില സാമ്യമുണ്ടെങ്കിൽ പോലും പുള്ളി നല്ല രീതിയിൽ അതിങ്ങനെ തുടക്കം തൊട്ട് അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി പ്രേക്ഷകരെ പിടിച്ചിരുത്തി അവസാനത്തെ ആ ഒരു ട്വിസ്റ്റ് വരെ നമ്മളെ വല്ലാത്ത രീതിയിൽ ചിന്തിപ്പിക്കുക. കാരണം നമ്മൾ ആ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ആ കഥാപാത്രത്തെക്കുറിച്ച് നമുക്ക് ഇൻ്റർവ്യൂ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക. ഏതായാലും ബോക്സ് ഓഫീസ് തരിപ്പണമാക്കി തൂത്തുവാരികൊണ്ടാണ് മമ്മൂക്കയുടെ കളങ്കാവൽ സിനിമ അതിൻ്റെ ഒരു വിജയഗാഥ തുടരുന്നത്. ഏതാണ്ട് 70 കോടിക്ക് അടുത്താണ് ഇന്നലെ വരെയുള്ള കളക്ഷൻ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന ഒരു പിന്നെ റിപ്പോർട്ട്. 100 കോടി ക്ലബിലേക്ക് അനായാസം ഈ ഒരു സിനിമ കയറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ഈ 100 കോടി അല്ലെങ്കിൽ ഈ 50 കോടി കയറുന്ന ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്താണെന്ന് കൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബഡ്ജറ്റിൽ ഇങ്ങനൊരു സിനിമ ചെയ്ത് അത് പ്രേക്ഷകർ ഏറ്റെടുത്ത് അത് കോടി ക്ലബിൽ കയറുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ നമുക്ക് നിശ്ചയിക്കാൻ പോലും പറ്റും. കാരണം 100 കോടി 200 കോടി 100 കോടിയൊക്കെ മുടക്കിയിട്ട് ഒരു 300-400 കോടി അടിക്കുന്നതിലല്ല കാര്യം. ചെറിയ സിനിമകൾ എടുത്തിട്ട് ഇത്തരം സിനിമകൾ 100 കോടി ക്ലബിൽ കയറുമ്പോൾ ഒരു 1000 കോടിക്ക് പ്രതിഫലമുണ്ടാകും ആ ഒരു സിനിമ എന്നുള്ളതാണ്. ഇപ്പം കേരളത്തിൽ മാത്രം ആയിട്ട് ഒരു ഷോ നടത്തുന്നത് ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നത്. ഒരു തിയേറ്ററിൽ സ്ത്രീകൾ മാത്രം കളങ്കാവൽ എന്ന സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് എത്തിയിരുന്നു. അതും ഹൗസ്ഫുൾ ഷോസ് ആയിട്ടാണ് ആ ഒരു സിനിമ ഓടിയത്. നമുക്ക് ആ ഒരു വീഡിയോ കണ്ടുനോക്കാം. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രീമിയർ ആണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ലേഡീസ് ഓൺലി ഇങ്ങനത്തെ ഒരു പ്രീമിയർ നടത്തുന്നത്. ഇന്ന് മമ്മൂക്കയുടെ മൂവിയുടെ ലേഡീസ് ഷോ ആണ്. അപ്പൊ ഞാൻ ആദ്യം ചാടിക്കറി പറഞ്ഞു, ഞാനും ഉണ്ട്, എന്റെ സിസ്റ്റർ ഉണ്ടെന്നാണ്. ചത്താ മറക്കൂല, മമ്മൂട്ടി കട്ട സൂപ്പർ സിനിമ. എന്റെ മമ്മൂക്ക ഇങ്ങനെയല്ല, അതാണ് എനിക്ക് പറയാനുള്ളത്. മമ്മൂക്കനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞെടുക്കണം, മൂപ്പര് 73-ലാണ് 37-അല്ലാന്ന്. മമ്മൂക്കയുടെ കഥാപാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല മലയാളം ഇൻഡസ്ട്രിയിൽ ഇത്രയും അധികം ഒരു ക്യാരക്ടറിനെ എക്സ്പ്ലോർ ചെയ്യുന്ന മറ്റൊരു ആക്ടർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മമ്മൂക്കയുടെ വില്ലഭാവം ആദ്യമായിട്ടല്ലോ കാണുന്നത്. വി ഹാവ് സീൻ ഇറ്റ് ബിഫോർ, ബട്ട് ദിസ് വാസ് വൺ ഓഫ് ദി എക്സ്ട്രീം റോൾസ് ഹി ഹാസ് ഡൺ. യെസ്, ഇതുവരെ ആയിട്ടും കാണാത്തൊരു മമ്മൂക്കയാണ്. അതിഭീകരനും സൈക്കോ മമ്മൂക്ക. വിനായകനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് മമ്മൂട്ടി. ഒരു അടിപൊളി മൂവി തന്നെയായിരുന്നു. മമ്മൂക്കയുടെ ഒരു വെറൈറ്റി സ്റ്റൈൽ, ഒരു ത്രില്ലർ മൂവി തന്നെയായിരുന്നു. ഇനി അടുത്ത എന്താവും ഭയങ്കര ക്യൂരിയോസിറ്റി ആയി. ആദ്യത്തെ ഹാഫ് മമ്മൂക്കയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് സ്കോർ ചെയ്തത് വിനായകനാണ്. ഇത്രയും ലൈഫില് ഞാൻ ഇതുപോലെ മമ്മൂക്കയുടെ ഒരു മൂവിയും കണ്ടിട്ടില്ല. സത്യം പറയാ, ചവിട്ട് മമ്മൂക്ക വില്ലനാവുന്ന എക്സ്പെക്ട് ചെയ്യാൻ പോലും പറ്റാതെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നു. കട്ട മമ്മൂട്ടി ഫാനാണ്. ലൈഫ് ജനിച്ച അന്ന് മുതൽ ഇപ്പൊ ഈ സ്റ്റിൽ ഇപ്പൊ കൂടെ ഞാൻ മമ്മൂട്ടി ഫാനാണ്. മമ്മൂക്കയാണ് ഇതിന്റെ വില്ലനെന്ന്. എന്തായാലും എൻ്റെ ഓർമ്മയിൽ സ്ത്രീകൾ മാത്രമായിട്ട് ഒരു നടൻ്റെ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലെത്തിയത് എനിക്ക് എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല. എന്തായാലും മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടൻ മലയാള സിനിമയിലേക്കുള്ള ആ ഒരു തിരിച്ചുവരവുണ്ടല്ലോ, അത് ഒരു 1.5 വരവ് തന്നെയാണ്. കാരണം ആ ഒരു വരവ് മൊത്തത്തിൽ അറിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും കളങ്കാവൽ സിനിമ വലിയ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്നതും ഗംഭീരമായിട്ടുള്ള സിനിമകൾ. ഇപ്പോൾ തത്തപ്പച്ച എന്ന് പറയുന്ന ഒരു സിനിമയിൽ മമ്മൂക്കയുടെ ഒരു പോസ്റ്റർ വലിയ രീതിയിൽ തന്നെ അത് വൈറലായിട്ടുണ്ട്.
ആ സിനിമയിൽ ഒഫീഷ്യൽ പോസ്റ്റർ ആണോ എന്നുള്ളതൊന്നും അറിയത്തില്ല, ഒരു ഫാൻ മെയ്ഡ് പോസ്റ്ററായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഗംഭീര സാധനമാണ്, സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന പാട്രിയോട്ട് എന്ന സിനിമ, അതിൻ്റെ അപ്ഡേഷന് വേണ്ടിയാണ് നമ്മൾ ഇനി വെയിറ്റ് ചെയ്യുന്നത്. അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ സിനിമയിൽ മമ്മൂക്ക വരുന്നുണ്ട്. അങ്ങനെ ഒരു പിടി പുതിയ സംവിധായകരുടെ സിനിമയിൽ കൂടെ മമ്മൂക്ക ഈ വർഷം തന്നെ അഭിനയിക്കും എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും മലയാളത്തിൽ ഒരു പുതിയൊരു സംവിധായകനോട് തന്നിരിക്കുന്ന, ഒരുപാട് സംവിധായകരെ തന്ന കൂട്ടത്തിൽ ഒരു പുതിയ സംവിധായകനും കൂടെ മമ്മൂക്ക നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പം മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ ചിത്രമായിട്ട് വന്നിട്ടുള്ള കളങ്കാവൽ 100 കോടി ക്ലബിലേക്ക് കയറുന്ന ഒരു സിനിമ കൂടിയായി മാറുകയാണ്. എന്തായാലും സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകൾ അറിയിക്കാം. അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം.